എന്റെ കാശ് ഇതൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു സുഖം കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എഫേർട്ട് ഇട്ടേ മതിയാവുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഇപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ നമുക്ക് ഈവൻ ഫിനാൻഷ്യലി നിങ്ങളുടെ സ്റ്റാറ്റസ് എനിക്കറിയില്ല, ഫിനാൻഷ്യലി നല്ല വെൽ സെറ്റിൽഡ് ആയവരുണ്ടാവും. പക്ഷേ ഞാൻ ജോലി ചെയ്ത് എന്റെ അധ്വാനത്തിന്റെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഞാൻ എഫേർട്ട് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മൾ തന്നെ വിചാരിക്കണം. മറ്റു ഹസ്ബൻഡ് എന്ത് തന്നാലും നമ്മൾ നമ്മുടെ പൈസ, എന്റെ ഏർണിങ്സ് എന്ന് പറയാം, അതൊരിക്കലും ഒരു അഹങ്കാരത്തിന്റെ രീതിയിലല്ല കേട്ടോ. അത് നമ്മൾക്ക് അവരെല്ലാം നമുക്ക് അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി, നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മളൊരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു ബിഗിനിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കരുത്? നെഗറ്റീവായിട്ട് വിചാരിക്കരുത്. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിനെന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഏറ്റവും പോസിറ്റീവായിട്ട്. ഇത് നമുക്ക് ആശങ്കകൾ ഉണ്ടാവും, മനുഷ്യനാണ്, ആശങ്കകൾ ഉണ്ടാവും. ഇത് തുടങ്ങിയ വിജയിക്കുക, പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് വിചാരിക്കുക? ഇത് തുടങ്ങിയ വിജയിക്കുമോ എന്നല്ല, ഇത് തുടങ്ങിയ എന്ത് ചെയ്യും? വിജയിക്കും എന്ന് വിശ്വസിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും നമ്മൾ എന്താ വിചാരിക്കണേ? ഇത് എന്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ് ആണ്, ഇത് എന്റെ ലൈഫിൽ ഞാൻ ഇത് ചെയ്താൽ ഞാൻ എന്താവും? സക്സസ് ആവും എന്ന് പറയുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തേക്ക്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, ചിലരെന്തായിരിക്കും ആഗ്രഹിക്കണേ? നല്ല നല്ല വാഹനമായിരിക്കും ആഗ്രഹിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് നിങ്ങളൊരു നഗര മധ്യത്തിലൂടെ ഓടിച്ചു വരികയാണ്. എന്നിട്ട് നിങ്ങൾ ആ കാറിൽ നിന്ന് ഇറങ്ങാം, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട്, നല്ല ഹാൻഡ് ബാഗ് ഒക്കെ പിടിച്ച്, നല്ല അടിപൊളി ചെരുപ്പൊക്കെ ഇട്ട്, നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്, നല്ലൊരു വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നിറങ്ങാം. നിങ്ങളുടെ നല്ല സന്തോഷകരമായ കുടുംബം അവിടെ നിൽക്കുന്നു. നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തേക്ക്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ജീവിതത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എപ്പോഴും അതൊരു ഡ്രീമായിട്ട് കൊണ്ടു നടക്കണം. ഓക്കെ, നമ്മൾ കാണണമെന്ന് വെച്ചാൽ എന്താ അറിയാമോ? ഈ പൈസ ഉള്ളവന് നോർമലി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചേ. അതായത് നോർമലി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ ഉള്ളവരുണ്ടല്ലോ, പൈസ ഉണ്ടാക്കാൻ പല വഴിയുണ്ട് എന്ന് നമ്മളെല്ലാരും പറയാറില്ലേ? പൈസ ഉള്ളവൻ എവിടെ ചെന്ന് തൊട്ടാലും പൈസയാ, പക്ഷെ ദരിദ്രനാണെങ്കിലോ എവിടെ ചെന്ന് തൊട്ടാലും കാശ് പോക്കാം, അല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ കാരണം എന്താ? പൈസ ഉള്ളവൻ എന്താ എപ്പോഴും അവൻ എന്താ ചിന്തിക്കണേ? പൈസ പൈസ പൈസ, ഇങ്ങനെ പൈസ, അങ്ങനെ പൈസ, ഇങ്ങനെ പൈസ. അതായത് അവൻ എന്തിനാ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവന്റെ ചിന്തയിൽ എപ്പോഴും എന്താ? പൈസ 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 പൈസ. ഒരു ദരിദ്രനാണെങ്കിലോ എങ്ങനെയും കടം കിട്ടണം, ഇവിടുന്ന് കടം മേടിച്ച് ആ കടം കൊടുക്കണം, ഇവിടുത്തെ EMI ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്ത് ആ കാർഡിൽ അടയ്ക്കണം, അപ്പുറത്തെ കാർഡ് എടുത്ത് ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ ബാങ്കിലെ ലോൺ എടുക്കണം, ആ ബാങ്കിൽ കൂടെ ഗോൾഡ് നമ്മൾ പണയം വെച്ചിട്ട് ഇവിടെ പേയ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ പൈസ ഞാൻ ഇങ്ങനെ എപ്പോഴും എന്റെ കടം എങ്ങനെ കടം വിട്ടും. അയാൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന വേർഡ് ഏതാ? ഒരു ദരിദ്രൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന വേർഡ് ഏതാ? കടം എന്ന വേർഡാ, അല്ലെങ്കിൽ ഡെപ്റ്റ്. യെസ്, അയാളുടെ ഡെപ്റ്റാണ് അയാൾ ചിന്തിക്കുന്നത്, അതായത് കടമാണ്. അതുകൊണ്ട് അയാൾ എപ്പോഴും എന്തായിട്ടിരിക്കും? അയാൾ കടത്തിലായിരിക്കും. പക്ഷെ പൈസ ഉള്ളവൻ, റിച്ച് പീപ്പിൾ എന്തെങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ എങ്ങനെ പൈസ, ഈ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് ലഭിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അത്ര പ്രോഫിറ്റ് ലഭിക്കും, ഈ സ്ഥലം വാങ്ങിച്ചാൽ എനിക്ക് ഇത്ര പൈസ കിട്ടും. അതായത് ഈ ഓരോ ബിസിനസ്സിലും അതായത് ഇന്ന രീതിയിൽ ചെയ്താൽ എന്റെ പൈസ കൂടും. പൈസ എന്ന വേർഡ്, അവരെപ്പോഴും റിച്ച്നെസ്സിനെ കുറിച്ച് ആലോചിക്കണേ. അവൻ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് വന്നു ചേരുള്ളൂ. സോ ഏറ്റവും പോസിറ്റീവ്, ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ സുനിത മാം എന്തുണ്ട് ഷോപ്പ് തുടങ്ങി? അതായത് നമ്മൾ എന്താണോ നമ്മളുടെ ലൈഫിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ വന്നു ചേരുന്നത്. വിചാരിക്കുക, നിങ്ങൾക്ക് ഏത് നിലയിലാവണം, ഞാൻ ഇങ്ങനെ ഇരിക്കോളൂ, എൻ്റെ ജീവിതം ഇങ്ങനെ പോവുള്ളൂ എന്ന് വിചാരിച്ചാൽ 100% നിങ്ങളുടെ ലൈഫ് എന്താ ആ രീതിയിലാ പോവുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഉണ്ടല്ലോ ഒരു റിസ്ക് എടുക്കാത്തവൻ ജീവിതത്തിൽ വിജയിക്കൂല.
ഒരു റിസ്ക് എടുക്കണം. നമ്മൾ ആലോചിച്ചെന്ന് വെച്ചാൽ അതൊരു വലിയ നമ്മുടെ കുടുംബത്തെ മൊത്തം ബാധ്യതയിലേക്ക് ആക്കണ ഒരു റിസ്ക് അല്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ നിലവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. അതായത് സ്വയം തൊഴിൽ പദ്ധതികൾ, സ്വയം വരുമാനം എന്നൊക്കെ സജിത മാം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ അതിനിടയിൽ ജസ്റ്റ് ഇവർ റിസ്ക് എടുക്കുന്ന ഒരു കാര്യം, ഇതിൽ തന്നെ കുറച്ച് ന്യൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മള് ഷീ സ്കില്ലില് ഇപ്പൊ മാം ഇപ്പം PSC പിന്നെ ആ ഒരു പ്രാക്ടീസിന് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിന് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഐ ഡോണ്ട് നോ, എന്നാലും മാമിന് അറിയാം. നമ്മളിപ്പം പിന്നെ ക്വാളിഫിക്കേഷനൊന്നും അത്ര ക്വാളിഫിക്കേഷനൊന്നും ഇല്ല, ഇതുപോലെ PSC എഴുതാണ്ട ഏജ് ഗ്രൂപ്പ് ഒന്നുമല്ല, ഏജ് ഒക്കെ ഓവറായി അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത, എന്നാൽ അവരവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന അതിനൊരു സംവിധാനമുള്ള, അതിന് കുറെ പ്രചോദനമാകുന്ന കുറെ മെമ്പേഴ്സിന്റെ ഫീഡ്ബാക്കും കുറെ ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെ ഓൺലി നമ്മളുടെ കോഴ്സ് ഫീസ് വരുന്നത് 1.5 വർഷത്തെ കോഴ്സിന് ആഴ്ചയിൽ 6 ദിവസം 1.5 വർഷം പിന്നെ ഏകദേശം 275 വർക്കുകൾ, ഡ്രസ് ഡിസൈനിങ്, ഹോം ഡെക്കർ, ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ 14 കാറ്റഗറിയിലായിട്ട് ടോട്ടൽ 275ഓളം വർക്കുകൾ പരിശീലിപ്പിക്കുകയും അവർക്ക് അത് ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഷീമിത്ര പോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനത്തിന് ആകെ അവർ പേയ്മെന്റ് ചെയ്യേണ്ടത് ഈ 1.5 വർഷത്തേക്ക് ഓൺലി 5,000 ആണ്. ആ ഒരു പേയ്മെന്റ് ചെയ്തിട്ട് പുതിയൊരു കാൽവെപ്പ് വെക്കാൻ പോലും ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വേണ്ടാന്നുള്ള മനോഭാവത്തിലാണോ എന്താന്നറിയില്ല. ഞാനിങ്ങനെ ആലോചിക്കും, ഞങ്ങളൊക്കെ എത്ര ഫീസ് കൊടുത്തിട്ടാ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസത്തെ ക്ലാസ്സിന് 3000 രൂപ കൊടുത്ത് പഠിച്ച ആളാണ് ഞാൻ. പക്ഷെ എന്താണോ ഇത് കഴിഞ്ഞ ദിവസം നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാള് ഇതുപോലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്റെ ഹസ്ബൻഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ എന്തിനാ ഇനി റിസ്ക് എടുക്കുന്നതെന്നൊരു മെന്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു മുന്നേ. അതാണെന്ന് തോന്നുന്നു ഇവരെ എന്താ പറയാ റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കാത്തത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ മടിയോടെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളത് തോന്നിക്കാൻ കാരണം. പക്ഷെ നമുക്കിടയില് നമ്മളുടെ കുറച്ച് പിന്നെ ഇപ്പൊ ഇന്നലെ ക്ലാസ് എടുത്ത നുസ്രത്തിന്റെ മകള് ചെറിയ പ്രായത്തിൽ തന്നെ US വർക്ക് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ആ കുട്ടി അയാന അങ്ങനെ ആവാൻ കാരണം നമ്മളുടെ സ്റ്റുഡന്റ് ആണ്, എജുക്രാഫ്റ്റിലെ സ്റ്റുഡന്റ് ആയിരുന്നു അയാന എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നുള്ള മോള്. അവള് US വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രോഷറ്റിന്റെ. അപ്പൊ ആ കുട്ടി അങ്ങനെ ചെയ്യാൻ കാരണം അവരുടെ മദർ ആ സ്കില്ലിന് പ്രയോറിറ്റി കൊടുത്ത് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഇവർക്ക് എല്ലാവർക്കും കഴിവുള്ള വ്യക്തികളാണ്, പക്ഷെ അത്രമാത്രം റിസ്ക് എടുക്കാൻ പേടിച്ചിട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ കുറെ ആളുകളുടെ ഇടയിലൊക്കെ പോയി ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനൊരു ആൻസർ തരാൻ മാഡത്തിന് കഴിയുമോ? ഇപ്പോഴത്തെ ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ പേടികൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ആണോ എന്നുള്ളത്? നിലവില് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്യൂസ് എന്താന്ന് നമുക്കറിയില്ല. മേ ബി ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സുഖമായിട്ട് ഒരു സേഫ് സോണിൽ ജീവിക്കുകയാണെങ്കിൽ എന്നും ഞാൻ അതിൽ ജീവിക്കാനല്ലേ ഇഷ്ടപ്പെടുകയുള്ളൂ. ശരി, ഒരു ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ എന്തുണ്ടാവും, ഹൈസും ലോസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിനെ തരണം ചെയ്യണം. ഇനി അത് നെഗറ്റീവ് ആവോ അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ വരുമോ, അത് അതിനകത്ത് ലോസ് ആയിരിക്കണം, എനിക്ക് നഷ്ടം വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഒരു ടെൻഷൻ കൊണ്ടാവും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്യുന്നത്, ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാവാത്തത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇവർക്ക് റിസ്ക് ഇല്ല. ഇവര് ട്രെയിനിങ് പഠിക്കുന്നു, ഇവര് ചെയ്യുന്നു എന്നല്ലാതെ ഇവരൊരു പിന്നെ ക്യാപിറ്റൽ എമൗണ്ട് ഇറക്കണ്ട, ഇവർ വർക്ക് ചെയ്താൽ മതി. അത് അവിടെ ഷീമിത്ര പോലുള്ള പ്ലാറ്റ്ഫോമിൽ അത് പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ആളുകൾ അവരിലേക്ക് എത്തുന്നുണ്ട്, വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ ഷീ സ്കില്ലിനെ സംബന്ധിച്ച് ന്യൂ മെമ്പേഴ്സ് ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ്, ഷീ സ്കില്ലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവരുടെ ധാരണ എന്താണോ, 1.5 വർഷത്തെ കോഴ്സിന് 5,000. ഇപ്പൊ പൊതുവെ എല്ലായിടത്തും കോഴ്സുകൾക്ക് പിന്നെ 25,000 അല്ലെങ്കിൽ പിന്നെ ആ ഒരു രീതിയിലാണ് ഓരോന്നിന്റെയും ഫീസ് വരുന്നത്. ഒരു വർഷത്തെ കോഴ്സിന് ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ 15, എല്ലാം വേറൊരു കോഴ്സിനാണെങ്കിൽ 35, 25. ആ ഒരു രീതിയിൽ കോഴ്സ് അല്ലാത്തത് കൊണ്ട് ചെറിയ ഫീസ് ആയതുകൊണ്ട് ഇതിലൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയാന്ന് തോന്നുന്നു. ഇത് എനിക്ക് പറയാനൊരു അവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ, എന്റെ തോന്നൽ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ ഷീനനെ പോലെ നിമ്നനെ പോലെ കുറച്ച് ന്യൂ മെമ്പേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ചേഞ്ച് തോന്നല. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ലേണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിൽ ഇത്രയും കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. പരിശീലനത്തിനോടൊപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഷീമിത്ര എന്ന് പറഞ്ഞ ഒരു സംവിധാനം March 8 വരുന്നുണ്ട്. വലിയ റിസ്ക് എടുക്കേണ്ട, ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു
ബുദ്ധിമുട്ടുകളും ഇല്ല. പരിശീലിക്കുക. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിന്ന് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഫോട്ടോ എടുക്കുക, സെൻഡ് ചെയ്യുക, ഷീമിത്രയിലെ മെമ്പർഷിപ്പ് എടുക്കുക, മുന്നോട്ട് പോവുക. ഇത് സാഹചര്യം വന്നപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്തായാലും ഇന്നത്തെ ടോപ്പിക്കിനനുസരിച്ച് സജിത മാം ക്ലാസ് എടുത്തോട്ടെ. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോറി മാം ഡിസ്റ്റർബ് ചെയ്തത്. ഇല്ല, ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫിൽ റിസ്ക് എടുക്കാത്ത ഒരാളും എന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ, നിങ്ങളൊരു എഫേർട്ട് ഇടണം. നമ്മളെല്ലാവരും കഴിക്കാറില്ല മക്ഡൊണാൾഡ്സ്. ഈ മക്ഡൊണാൾഡ്സിന്റെ ഉടമ ആ ഒരു സ്ഥാപനം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ 62ാമത്തെ വയസ്സിലാണ്. ഇന്ന് എവിടെയൊക്കെ ഫ്രാഞ്ചൈസി ഉള്ളത്? നമ്മൾ എവിടെ പോയാലും മക്ഡൊണാൾഡ്സിന്റെ ബർഗറും ഇതും ഇല്ലാത്ത സ്ഥലമുണ്ടോ? പക്ഷെ അതെന്താ, പുള്ളി വിചാരിക്കുക ഇനിയിപ്പോ 62 വയസ്സായി, ഇത്രയൊക്കെ, ഇനിയിപ്പോ എനിക്ക് കാര്യമായിട്ട് ജീവിക്കാനൊന്നുമില്ല, എന്റെ കാലം കഴിയാറായി, ഇനിയിപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവാന്ന് വിചാരിച്ച അങ്ങനെ ഒരു ബ്രാൻഡ് ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ലൈഫില് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോ ഞാൻ എന്റേതായിട്ട് ചെയ്ത എഫേർട്ട്, ഞാൻ ചോറും കഴിച്ച് ഹസ്ബൻഡിന്റെ ചെലവില് ഭക്ഷണവും കഴിച്ച് പിള്ളേരെ വളർത്തി ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ച് എന്റെ കാലം കഴിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ അഭിമാനമാണ് ഇന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ്, ഇന്ന സ്ഥാപനം. ഇന്നിപ്പോ നമ്മളെല്ലാവരും മരിക്കും, ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ആയുസ് ഉണ്ട് അല്ലേ? നമ്മളെല്ലാവരും മരിക്കും. അപ്പം പറയാണ് ഇങ്ങനെയാണ്, ഇന്നയാളുടെ ഭാര്യ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇന്ന സ്ഥാപനത്തിന്റെ ഓണറാണ് ഇന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളുടേതായ ഒരു അവശേഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടേതായ ഒരു എഫേർട്ട് ഉണ്ട് ഈ ലോകത്തിട്ടുണ്ട്, നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. അതായത് നമ്മളുടെ ഒരു കഴിവിനെ തിരിച്ചറിയാവുന്നതാണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒരു PSC എക്സാം എഴുതാൻ പറ്റുന്ന ഓരോ ഏജിലുള്ളായിരിക്കാം. പേഴ്സണലി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതിലൊന്നും വലിയ കഴിവില്ല. എനിക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് ക്ഷമ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ആ ക്ഷമയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാനോട്ട് പറ്റൂല്ല. പക്ഷെ നിങ്ങളൊക്കെ ശരിക്കും ഇൻബോൺ ടാലന്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്ന് ചെയ്ത് നല്ല മെനക്കി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതൊരു കഴിവാണ്. സോ അങ്ങനെയുള്ളൊരു കഴിവ് നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യില്ല? പണ്ടത്തെ പോലെ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇന്ന് നമ്മളുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് കച്ചവടം ചെയ്യാം. ഓൺലൈൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാം. നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാ. അതായത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെയൊക്കെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ഇപ്പൊ ജെൻസി കിഡ്സ് അവർക്ക് എന്താ ചെയ്യാ, നമ്മളെയൊക്കെ അടിപൊളിയായിട്ട് ഫോൺ കൊടുത്താൽ ഒരു 5 വയസ്സുകാരന്റെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണതിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാ ടെക്നോളജിയും ടെക്നിക്സും പറഞ്ഞ് അവർക്ക് യൂസ് ചെയ്യാൻ അറിയാം. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളുടെ ടൈം യൂസ് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള വഴിയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിച്ചു നിൽക്കണേ? നമുക്ക് മുൻപിൽ ഇത്രയും ഇത്രയ്ക്ക് സാധ്യതകൾ ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മടിച്ചു നിൽക്കരുത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇതിനകത്ത് 32 അറൌണ്ട് 40 മെമ്പേഴ്സ് ആണുള്ളത്. നിങ്ങൾ എല്ലാവരും ലൈഫിൽ എഫേർട്ട്, സുനിത മാമിനെ കണ്ടുപിടിക്കുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എഫേർട്ട് ഇട്ട് നിങ്ങളുടെ ലൈഫിലൊരു എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങളത് ചെയ്ത് കാണിക്കുക. നിങ്ങൾ ഹസ്ബൻഡിന്റെ ചെലവിൽ, ഒരിക്കലും അത് മോശമായ കാര്യം എന്നല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ വിചാരിക്കരുത് മോശമായ കാര്യമില്ലാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നമ്മളുടേതായിട്ട് ഏൺ ചെയ്യുമ്പോൾ നോക്കി, നിങ്ങൾ സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട്, നിങ്ങളുടെ പാരന്റ്സിന്, നിങ്ങളെ കൂടപ്പിറപ്പുകൾക്ക് ഒന്നും വേണ്ട, ഒരു ബിരിയാണി സ്വന്തമായിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാശ് അല്ലെ ഹസ്ബൻഡ് അടുത്ത് പറയണിക്ക അല്ലെങ്കിൽ ചേട്ടാ എനിക്കൊരു 250 രൂപ ഞാനൊരു ബിരിയാണി കഴിക്കട്ടെ എന്ന് പറയണേക്കാളും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു എഫേർട്ട് ഇടാം. നിങ്ങളുടെ പാരന്റ്സിന് വയ്യാതെ അടക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സിബ്ലിങ്സിന് എന്തെങ്കിലും വന്ന് അസുഖം വരുമോ, എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു 500 രൂപ എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 1000 രൂപ എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു വരുമാനം വേണം. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലേ, നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് യൂട്ടിലൈസ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേ. നമ്മൾ ആലോചിച്ചിരിക്കരുത്. ഒരുപാട് ആലോചിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിൽ ഒരു കാര്യം നടക്കൂല. നമ്മളുടെ ആലോചന എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അതിന്റെ ഹൈസും ലോസും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് അവസാനം നമ്മൾ എത്തിപ്പെടണം എന്തിലായിരിക്കും, നെഗറ്റീവിലായിരിക്കും അല്ലേ?
നീ തുടങ്ങി ഇങ്ങനെയൊക്കെ സംഭവിച്ച എന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായ കാശും പോവും വേറെ കാശും പോകും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? ലൈഫിൽ എഫേർട്ട് ഇടണം. ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫേർട്ട് ഇടണം. അത് നിങ്ങൾ ഏറ്റവും ചിന്തിക്കണം, നിങ്ങളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. ഒരിക്കലും ഇതൊരു നെഗറ്റീവ്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ? അത് മാത്രം സംഭവിക്കുള്ളൂ. എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേർളി മാണിനെ അറിയില്ലേ? പേർളി മാണി. അവര് അവര് അ- അവര് അവര് ഒരു അവരൊരു ഇന്റർവ്യൂവിൽ പറയാണ്, ഒരു അമ്മൂമ്മ ഒരു 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 70 വയസ്സായ ലേഡി, അവര് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ആകെ ഫോണിൽ രണ്ട് കാര്യം അറിയുള്ളൂ. ഏതൊക്കെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് കോൾ ചെയ്യുക, ഗ്രീൻ ആൻഡ് റെഡ്. ഗ്രീൻ എടുത്താൽ കോൾ ചെയ്യാം, റെഡ് എടുത്താൽ കോൾ കട്ട് ചെയ്യാം. ഇത് രണ്ട് കാര്യങ്ങൾ അവർക്ക് അറിയുന്നുള്ളൂ. അത് കഴിഞ്ഞ ഒരു ദിവസം ഒരു 5 വയസ്സായ ഇവരുടെ പേരക്കുട്ടി ഇവരെ വീട്ടിൽ വന്നു. അപ്പൊ ഇവരെ ഫോൺ എടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്ത്, ചെമ്മീനിലെ ഒരു പഴയ പാട്ട് ഇവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഈ എന്റെ ഫോണിൽ ഉണ്ടായിട്ട് ഞാൻ ഇത്രയും നാളും കേട്ടില്ലേ എന്നുള്ളത്. എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്ത് ഇവരെ കാണിച്ചു കൊടുത്ത്, ഇങ്ങനെയാണ് യൂട്യൂബ് എന്നുള്ളൊരു കാര്യം കാണിച്ചു കൊടുത്ത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അന്നാണ് അവരെന്ത് ചെയ്തത്? റിയലൈസ് ചെയ്തത്. അന്ന് രാത്രി മൊത്തം ഇരുന്ന് അവരെന്ത് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എന്താ? ഈ ഫോൺ എന്ന് പറയുന്ന സാധനം അത്രയും നാൾ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതിന്റെ ഉപയോഗം അവർക്ക് അറിയില്ലായിരുന്നു. ഫോൺ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് എന്ത് ചെയ്യില്ല, അവർക്ക് അറിയൂല. പക്ഷേ ഈ കുട്ടി കാണിച്ചു കൊടുത്തപ്പോ അവര് പഠിച്ചു ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാം. ഇതുപോലെയാണ് എന്ത്? നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതിനെ എങ്ങനെ വളച്ചൊടിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൊണ്ടുവരാം എന്ന് കഴിവുള്ളവനാണ് ഈ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? സക്സസ് ആവുന്നത് എന്ന് പറയുന്നത്. നമ്മളുടെ മൈൻഡ് എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇപ്പം ഒരേ മാതാപിതാക്കൾക്ക് രണ്ട് മക്കളുണ്ട്, സെയിം എഡ്യൂക്കേഷൻ, സെയിം ലൈഫ് സ്റ്റൈല്, അങ്ങനെ എല്ലാം അവർക്ക് എന്ത് ചെയ്യുന്നത്? ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് ലഭിക്കണമെങ്കിലും പക്ഷെ എന്താവും, രണ്ട് മക്കളിൽ ചിലപ്പോൾ ഒരാൾ എന്ത് ചെയ്യും? ഭയങ്കര സക്സസ് ആയിരിക്കും, ചിലർ എന്തായിരിക്കും? അട്ടർ ഫ്ലോപ്പ് ആയിരിക്കുന്നവരാണ്. അതായത് ലൈഫിൽ ഒന്നും ആയിത്തീരാത്ത ഒരു മനുഷ്യനായിരിക്കും. മറ്റേ ആള് സക്സസ് ആവും. കാരണം എന്താ? ഇതെല്ലാം ഒന്ന് പറയുന്ന അവർക്ക് കിട്ടിയതാ. അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഒരേ രീതിയിലാ, അവരുടെ ജീവിത സാഹചര്യം ഒരേ രീതിയിലാ, അവരുടെ പാരന്റ്സ് എന്താ, എല്ലാം ഒരേ രീതിയിൽ, അവരുടെ DNA, ജീൻ, അങ്ങനെ എല്ലാം, അതായത് അവരുടെ ആൻസെസ്റ്റർ, അതായത് പാരമ്പര്യം, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താ? ഒരേ രീതിയില. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാള് സക്സസ് ആയി, ഒരാള് ഫെയിൽ ആയി. കാരണം എന്താ? ഇതിനൊക്കെ കാരണം എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ചെന്ന് അവസാനിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ മൈൻഡാണ്. സോ നമ്മളുടെ മൈൻഡിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്ത്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നെഗറ്റീവിനെ പറ്റി ചിന്തിക്കരുത്. ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാവുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ഇപ്പൊ സുനിത മാം ഉറങ്ങാൻ നേരത്ത് എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? ആ ഉറങ്ങിയ ആ ഉറക്കത്തിലേക്ക് വഴുതി പോവില്ലേ? അപ്പൊ നിങ്ങൾ മാഡം ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഷോപ്പ് ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഇത്രയും പല 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 ഇപ്പൊ എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ അടുത്ത നിയർ ബൈ പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്ന പുതിയ പുതിയ ഫ്രാഞ്ചൈസികൾ, ഏറ്റവും നല്ല സെയില്, ഇങ്ങനെ എപ്പോഴും ആ കടയെ കുറിച്ച്, ആ കടയുടെ സക്സസിനെ കുറിച്ചാണ് മാഡം എന്ത് ചെയ്യേണ്ടത്? ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ലൈഫിൽ എങ്ങനെ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യണോ ആ രീതിയിലാണ് നമ്മളുടെ ലൈഫിൽ എന്തിരിക്കുന്നത്? സക്സസ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് വന്നു ചേരുന്ന ഒന്നല്ല. നമ്മളുടെ ലൈഫിൽ നമ്മളുടെ മൈൻഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ, നമ്മളുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് നമ്മളുടെ മൈൻഡ് ഓരോ കാര്യത്തിനും ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ സക്സസ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇത് ഈ പവർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ സക്സസ് ആയ മിക്ക ആൾക്കാരും, ഈ ആൾക്കാർക്കൊന്നും പറയാൻ അറിയൂല എന്താ, ഇതാണ് ഈ മൈൻഡ് ഉപയോഗിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ പറയാ, എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു റിലേഷൻ എന്ന് തന്നെ പറയാം. പക്ഷെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി വെരി സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നു.
ഫാദർ ഗൾഫില്, അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, 3 ആൺമക്കള്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു സാധാ രീതിയിൽ ജീവിച്ചത്, വലിയ ഹൈയും അല്ല വലിയ ലോയും ഇല്ല. പക്ഷെ ഇവരുടെ മൂത്ത മകൻ ഉണ്ടല്ലോ, മൂത്ത മകൻ കൺസ്ട്രക്ഷൻ വർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അറിയാമോ? വല്ലത് വരട്ടെ, എന്തും വന്നാ കാണാം, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ എന്താ വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്, അവർക്ക് എവിടെയൊക്കെ ബിസിനസ് ഉള്ളതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതായത് അവരുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ലൈഫിൽ ഒരു എഫേർട്ട് ഇടാൻ തുടങ്ങി, അവരുടെ ലൈഫിൽ അവർ എഫേർട്ട് ഇടാൻ തുടങ്ങി. അതായത് ലൈഫിൽ എന്ത് ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചു. അതായത് പുള്ളി എന്താ ചിന്തിച്ചേ, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും ശരിയാവും ശരിയാവും, എല്ലാം ശരിയാവും എന്നാ ചിന്തിച്ചേ. ഒരിക്കലില്ല, നോക്കാം, എന്താവും നോക്കാം, ശരിയാവും ശരിയാവും എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അവരുടെ ലൈഫിൽ ഏത് പോയിന്റിൽ തൊട്ടാലും എന്തായിരുന്നു, നല്ല സക്സസ് ആയിരുന്നു. ഇപ്പൊ അവരുടെ വീട് കാണണം, അതുപോലെ അവരുടെ വെഹിക്കിൾസ് കാണണം, ഏത് രീതിയിലുള്ള കാർ വേണമെങ്കിലും അവരുടെ വീട്ടിലുണ്ട്. പൈസ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ചെലവഴിക്കണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ലാത്ത ഒരു സ്റ്റേജിലാണ്. കാരണം എന്താ, അത് അവരിട്ട ഒരു എഫേർട്ടാണ്, അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇത്തരത്തിലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ലൈഫിൽ എന്ത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ നോർമലി രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം, ഞാൻ നല്ല കോടീശ്വരനാവും, നല്ല പണക്കാരനാവും. നമ്മുടെ മനസ്സിൽ നമ്മളോട് പറയും, നേരവാട്ടിന് ഒരു 5000 രൂപ എടുക്കാൻ പോലും ഇല്ലാത്തവനാണ് കോടീശ്വരനാവുമ്പോഴെന്ന് പറയൂലേ. നമ്മൾ നല്ല ബോധത്തിലിരിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഓ പിന്നെ ഒരു 5000 രൂപ പോലും എടുക്കാത്തവനാണ് ഇപ്പൊ കോടീശ്വരനാവുമ്പോഴെന്ന്. പക്ഷെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഉറങ്ങത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴൂലേ, ആ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴും. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, നോക്കിയേ ഞാനിങ്ങനെ കോടീശ്വരൻ. പക്ഷെ നമ്മുടെ മനസ്സിനുണ്ടല്ലോ ഇതിനെ എതിർക്കാനുള്ള കഴിവില്ല. നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും, ഗ്രാജുവലി ഇതിനെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ശരിയാവും ശരിയാവും, ഏറ്റവും നന്നാവും, സക്സസ് ആവും എന്ന് വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പൊ നെഗറ്റിവിറ്റി, നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കണമെങ്കിൽ നമ്മളുടെ ലൈഫിൽ എന്താ വരുള്ളൂ, നെഗറ്റീവായിട്ടേ വരൂ. നിങ്ങൾ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എന്റെ ലൈഫിൽ സക്സസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സ്, നമ്മളുടെ 2 ടൈപ്പ് മനസ്സാണ് ഉള്ളത്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ലൈഫിൽ എന്താ പറയാ, നമ്മളുടെ ലൈഫിലെ നമ്മള് സൈക്കോളജി പഠിക്കാൻ പറയും, ഈ കുതിരേനെ ഓടിക്കുന്ന ആ ഇതുണ്ടല്ലോ, ഞാൻ പിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് എന്ത് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ്. ആ മൈൻഡാണ് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മളുടെ ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ വരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ എന്ത് ചെയ്യും, സക്സസ് ആവും. ഈ ക്ലാസ് കേൾക്കണ ഒരാൾ പോലും എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, എല്ലാം കഴിഞ്ഞ് വീട്ടിലെ സകല പണിയും കഴിഞ്ഞ് പാത്രം കഴുകലും അടുക്കളയിലെ ജോലിയും പിള്ളേർക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെന്ന് കിടക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചിന്തയാണ്, ഇത് നേരം എടുത്ത് അവൻ അങ്ങനെ ചെയ്ത് അവൾ ഇങ്ങനെ ചെയ്ത്, എനിക്ക് അത് പ്രശ്നമായിരുന്നു ഇത് പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മൾ ആ കിടക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ പറ്റിയാ. പിറ്റേ ദിവസം നേരം വെളുത്തോ അത് തന്നെ സംഭവിക്കുള്ളൂ, പ്രശ്നം മാത്രം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യുക, ഇന്ന് നടന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വാങ്ങിച്ചെന്ന്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിച്ചെന്ന്, നിങ്ങളുടെ മക്കള് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി, അതൊക്കെ ഒരു നല്ല കാര്യമില്ലേ? എത്രയോ നല്ല കാര്യം നടക്കണം. മനുഷ്യന്റെ സ്വഭാവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം നല്ല നടന്നാലും തൃപ്തരല്ല. എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു കുഴപ്പം നടന്നാൽ അതിനെ കുറിച്ച് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നടന്ന നല്ല കാര്യം, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ ആലോചിച്ചും നിങ്ങൾക്ക് ആവേണ്ടത് എന്താണോ, നിങ്ങൾ ലൈഫിൽ ഏത് പൊസിഷനിൽ ആയിത്തീരണോ, നിങ്ങൾ ലൈഫിൽ ഏത് പൊസിഷനിൽ എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ച് കിടക്കുക. നോർമലി ഒരു ടിപ്പിക്കൽ ഒരു മലയാളി സ്ത്രീ ആഗ്രഹിക്കുന്നത്
നല്ലൊരു വീട്, നല്ലൊരു കാറ്, നമ്മളൊന്ന് ഡ്രൈവ് ചെയ്യുക, ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, അല്ലേ? ഇതൊക്കെയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. ഒരു ജോലി എന്നത് കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം നമ്മളുടെ കയ്യിൽ കുറച്ച് ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കണം, നല്ലൊരു സഞ്ചാര സ്വാതന്ത്ര്യം വേണം, ഒരു വീട് വേണം, നല്ലൊരു ഫാമിലി വേണം. ഇതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുക. ഉറങ്ങാൻ നേരത്ത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയതായിട്ട്, ഇത് എന്റെ ലൈഫിൽ ഇന്നത് കിട്ടി, ഇതിന് നന്ദി, നമ്മൾ അതിനെ എന്ത് ചെയ്യുക, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോകം, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വിശ്വസിക്കുക, ഇപ്പൊ നമ്മള് ദൈവത്തെ വിശ്വസിക്കേണ്ടത്. ഈ ദൈവം എന്ന് പറയുന്നതാണ് ഒരു ശക്തിയാണെന്നാണ് നമ്മളെല്ലാരും വിശ്വസിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഇപ്പൊ ഓരോ കാസ്റ്റിലുള്ളവരുണ്ട്. ഇപ്പൊ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ഓരോരോ ദൈവത്തിന് ഓരോ പേരെടുത്ത് വിളിക്കുക. സത്യത്തിൽ എന്താണ്? അതൊരു പ്രപഞ്ച ശക്തിയാണ്, അതൊരു യൂണിവേഴ്സ് ആണ് എന്ന് പറയുന്നത്. ആ ശക്തിയോടാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളുടെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഇന്നതൊക്കെ എനിക്ക് തന്നതിന് നന്ദി, എന്നെ ഇന്നത്തെ ദിവസം നല്ലതാക്കിയതിന് നന്ദി, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരുള്ളൂ? നല്ലതേ വരൂ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ടെന്നറിയാമോ? നമ്മൾ ഒരു കാലത്ത് പ്രാർത്ഥിച്ച് നേടിയെടുത്ത കാര്യം ഉണ്ടല്ലോ, പിന്നീട് നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ കാര്യമോ ഇനിയിപ്പോ അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പരാതികളും പരിഭവങ്ങളായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യരുത്? പരാതികളും പരിഭവങ്ങളായിട്ട് നീങ്ങരുത്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പോസിറ്റീവായിട്ട് ഇരിക്കുക. നോക്കിയേ, നിങ്ങൾ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും സ്ത്രീകളാ. സ്ത്രീകൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ നല്ല കാറോ അല്ലെങ്കിൽ നല്ല ആഭരണങ്ങളൊക്കെ അടുത്ത ആൾ ഇട്ടുകൊണ്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും നല്ല കുശുമ്പ് വരൂല്ലേ? അത് ഒരു നോർമലി പുരുഷന്മാർക്ക് എനിക്കൂടെ അത്ര ഇല്ലാവുള്ളൂ. പെണ്ണുങ്ങൾക്ക് ആകുമ്പോ പണ്ട് പോലെ പറയും കുശുമ്പ് കുന്നായ്മയൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ അസൂയപ്പെടരുത്. കാരണം അസൂയ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഉള്ളിൽ കിടക്കും. ഇങ്ങനെ ആർക്കില്ലെന്ന് ഈ നെഞ്ചിന്റെ ഇവിടെ ഒരു വേദനയൊക്കെ വരും, അല്ലേ? എന്ത് ആന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മളുടെ ഇല്ലായ്മയാണ് നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ നമുക്കത് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് അസൂയ തോന്നണേ. അതിൽ ഇല്ല എന്നാണ് ആർക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ. നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ? എനിക്കതില്ല. പിന്നെ നിങ്ങൾക്ക് അത് ഉണ്ടാവുമ്പോഴാ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ഒത്തിരി അസൂയൊക്കെ വന്നാൽ നമ്മൾ മനസ്സിൽ പറയോ, അവർക്കത് ഉണ്ടായത് നല്ലതാ, എനിക്കും അതുപോലെ ഉണ്ടാവണം എനിക്കും അതുപോലെ ഉണ്ടാവും എന്നാ പറയേണ്ടത്. അസൂയ എന്നൊരു അതായത് അവനത് ഉണ്ടായല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വിഷമത്തോടെ ചിന്തിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ സക്സസ് ആയ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്കറിയാം, അവർക്ക് അവരുടെ മനസ്സിനെ എങ്ങനെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യണമെന്നറിയാം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നോ അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. നിങ്ങൾ ലൈഫിൽ എവിടെ എത്തണം എന്ന് ആഗ്രഹിക്കണം, നിങ്ങൾ അവിടെ എത്തും. നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ ഒന്നും വിഷയമല്ല. നമ്മളുടെ ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നു ആ നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കും. പ്രശ്നങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ചുറ്റുള്ളവർ പറയുന്നതാ, നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ, ഇപ്പൊ അതൊന്നും തുടങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ, നിനക്കെന്താ പ്രശ്നം, കയ്യിലിരിക്കുന്ന പൈസ കൂടി കൊണ്ടുപോയി കളയരുതെന്നൊക്കെ നമ്മളുടെ ചുറ്റുള്ളവർ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? അവര് പറയുന്നത് കൺസിഡർ ചെയ്യാതെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു റിസ്ക് എടുക്കുക. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നൊരു ഡിസിഷനിൽ എന്ത് ചെയ്യുക? നിങ്ങൾ തുടങ്ങുക. ലൈഫിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? സക്സസ് ആയിരിക്കും. സോ നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കുക? പോസിറ്റീവായിട്ടിരിക്കുക. രാവിലെ എണീക്കുമ്പോഴും രാത്രി മെയിൻലി നമ്മളുടെ ചിന്തയുള്ളത് രണ്ട് കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടൈം എന്ന് പറയുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നമുക്ക് ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുക? നന്ദി പറയുക. ഒരു ഇപ്പൊ രാവിലെ എണീച്ച് നല്ല രീതിയിൽ എണീച്ചിരിക്കാൻ പറ്റിയതിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ശ്വസിക്കാൻ പറ്റിയതിൽ, നല്ലൊരു കുടുംബം ഉണ്ടായതിൽ, നല്ല മക്കൾ ഉണ്ടായതിൽ, ഇതിലൊക്കെ നമ്മൾ എന്താ പറയുക? ദൈവത്തോട് നന്ദി പറയുക. ഈ നന്ദി പറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്?
കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. അതായത് നമ്മൾ നന്ദി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് എണ്ണി 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 പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഒരു 100 കണക്കിന് കാര്യങ്ങൾ പറയണ്ടോ. അപ്പൊ നിങ്ങളുടെ മനസ്സിനങ്ങൾ നിറയണ്ട, ഓ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്, ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് അത്രയും ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് അവിടെ ഫീൽ ചെയ്യണത്. പക്ഷെ നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യുക, എനിക്ക് അവിടെ പ്രശ്നം, ഇന്നലെ രാത്രി അവരെ അല്ലെ മോനായിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ഇന്നലെ ഹസ്ബൻഡായിട്ട് വഴക്കുണ്ടാക്കി, ഇന്നലെ അമ്മായിയമ്മയായിട്ട് വഴക്കുണ്ടാക്കി. അപ്പൊ നമ്മളിങ്ങനെ ആകെ പ്രശ്നം, എല്ലാം പ്രശ്നം, അന്നത്തെ ദിവസം നിങ്ങൾക്ക് മൊത്തം പ്രശ്നമായിരിക്കും, നിങ്ങൾ പ്രശ്നം ഒരു കാലത്തും മാറാനും പോലുള്ള. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, മാറണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യുക, നമ്മളെ ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്, നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങൾ മാറ്റേണ്ടത്. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുക, ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ചുറ്റുള്ളവരോട് ഒരു സ്നേഹം, ഒരു കാരുണ്യമൊക്കെ തോന്നുക. നമുക്ക് ഇനിയിപ്പോ ചില സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയില്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മളെ മനസ്സിലിങ്ങനെ നമ്മളൊരു കാര്യം ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞ് നമ്മുടെ മനസ്സിനങ്ങ് എന്ത് ചെയ്യുക, പഠിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യും, ആ ചിന്തയെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുള്ളൂ, കടന്നു വരുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത് വായിക്കാൻ കഴിയും. അതിന്റെ മലയാളം വേർഷനും ഉണ്ട്, അതിന്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. ഏതാന്ന് വെച്ചാൽ അത് വായിക്കും. ജോസഫ് മർഫി എന്ന ആളുടെ പുസ്തകം. പുള്ളി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. സത്യ എങ്ങനെ നമുക്ക് അതായത് പല സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് അതിനകത്ത് പറയണത്. എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, പല ആൾക്കാരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ആ ബുക്ക് എഴുതിയേക്കണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ബുക്ക് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഈ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അതൊന്നും ഒരു നുണയല്ല, അല്ലെങ്കിൽ ഒരു നോവലോ കഥയൊന്നുമില്ല, ഇതൊക്കെ റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങളാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ എപ്പോഴും ലൈഫിൽ വിചാരിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ ചിന്തയാണ് മാറ്റേണ്ടത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ചിന്തയാണ് മാറ്റേണ്ടത്. ഇപ്പൊ സുനിത മാം ആ ഒരു ഇത് തുടങ്ങാൻ പോയപ്പോ എല്ലാ സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നോ? ഇല്ല, പോസിറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. മക്കള് സപ്പോർട്ട് ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുക എന്താ, വീട്ടിലിരുന്ന് ചെയ്തിട്ട് സക്സസ് ആയ പിന്നെ ഷോപ്പ് തുടങ്ങിയ പോരെ എന്നൊക്കെ. അതെന്ന് വെച്ചാൽ കുറെ എന്താ പേപ്പർ ബാഗിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി പാളീസായി. അതിന്റെ ഒരു പേടിയിലാണ് അവര് പറയണത്. അപ്പൊ അത് തന്നെ പാർട്ട്ണർഷിപ്പിൽ ചെയ്തതാണ്. ആ സമയത്ത് കൊറോണ വന്നപ്പോ പിന്നെ എനിക്ക് അത് അടച്ചു പൂട്ടേണ്ടി വന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു പാർട്ട്ണർഷിപ്പിൽ ചെയ്യില്ല, എന്ത് ചെയ്യണെങ്കിലും ഒറ്റയ്ക്ക്. ഇപ്പൊ എന്റെ മോളുണ്ട് എന്റെ കൂടെ. മോള് ഡയറ്റീഷ്യനാണ്. അപ്പൊ ആൾക്ക് ചെറിയ വാവുണ്ട്. അപ്പൊ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനും അവളും കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാരും നല്ലത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെ കൂടെ നല്ലത് പറയിപ്പിക്കാൻ സാധിക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഷോപ്പ് നമ്മളുടെ ഗ്രൂപ്പിലേക്കും കാര്യങ്ങൾക്കൊക്കെ ഫോട്ടോസും കാര്യങ്ങളായി ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യും. അതായത് നമ്മൾക്ക് കിട്ടിയ ഒരു മാഡത്തിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് മാഡം ഒരു എഫേർട്ട് ഇടാനായിട്ട് ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഫേർട്ട് ഇടുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും കാണും. ഒരു പ്രശ്നമില്ലാതൊന്നും സുഖമായിട്ട് ജീവിക്കാൻ ആരും വിചാരിക്കരുത്. ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓവർകം ചെയ്യാൻ പറ്റണം. അങ്ങനെ ഓവർകം ചെയ്തവരാണ് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് എന്ത് വേണം, ശക്തമായ ഒരു മനസ്സ് വേണം. അതായത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മനസ്സ് വേണം. അങ്ങനെ മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ട്. സോ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും എന്ത് ചെയ്യണം, നല്ല ഓൺട്രപ്രണേഴ്സ്, നല്ല ബിസിനസ്, നല്ല കഴിവ്, നിങ്ങൾക്ക് ആർട്ടും ക്രാഫ്റ്റും ഒക്കെ അറിയാമെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ, അതായത് ഈ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്ത യുഗത്തിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യണേനോ ഒന്നും വിഷയമല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് മുൻപോട്ട് വരുന്നില്ല? കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കഴിവ്, ഓരോരുത്തരുടെ കഴിവിനെ കുറിച്ച് എനിക്കറിയില്ല. ആദ്യം നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കഴിവ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോ എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയും, എനിക്ക് നന്നായി ക്ലാസ് എടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലാസ് എടുക്കുന്നു. പക്ഷെ എന്താ, നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റോ അല്ലെങ്കിൽ ആർട്ടോ ചെയ്യാനാണ് കഴിവുള്ളതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത്.
സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വരും. സോ നിങ്ങൾ എന്തെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെയും രാത്രിയും നിങ്ങളുടെ ഏറ്റവും ലൈഫിലെ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്, ആ ടൈമിൽ എന്ത് ചെയ്യുക, ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിച്ച് കിടക്കാനും ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഉറക്കം എണീക്കാനും നിങ്ങളൊരു 21 days കണ്ടിന്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്ന അറിയാൻ പറ്റും. ഒരു 21 days നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുക എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. സോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. എല്ലാവരും എന്തെങ്കിലും കുറെ ക്ലാസ് കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മളത് നമ്മളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നതിലാണ് കാര്യം എന്ന് പറയുന്നത്. സോ താങ്ക് യു ഓൾ. റഷീദ മാം, ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഓക്കെ, അതിനിടയിൽ പിന്നെ സുനിത മാം എന്താണ് ഫസ്റ്റ് ഒരു പിന്നെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ട് പിന്നെയും കോവിഡ് സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നെയും ധൈര്യത്തോടെ ഇറങ്ങിയതിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. അതോടൊപ്പം പിന്നെ ആ ഒരു ധൈര്യത്തിന് അഭിനന്ദിക്കുകയാണ് കേട്ടോ. അപ്പോ സജിത മാം പറഞ്ഞ പോലെ എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക. പിന്നെ ഇന്ന് സജിത മാം പറഞ്ഞ കാര്യത്തിനോടനുബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ദിവസം ഞാൻ പറയാം. ഞാനത് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഞാനും എന്താണ് ഈ 24 വർഷം ക്രാഫ്റ്റ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു സ്വന്തമായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇതുപോലൊരു പാർട്ട്ണർഷിപ്പ് ഒന്നും ഇല്ല, അവരെ ക്യാപിറ്റൽ എമൗണ്ട് ഒന്നും ഇല്ലാതെ ഒന്നിച്ച് കൂട്ടിയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന്, എന്നിട്ട് ഞാൻ അതിൽ നിന്നും എന്താ പറയാ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരാളാണ്. അപ്പൊ എല്ലാ രീതിയിലും എല്ലാ എക്സ്പീരിയൻസും ഉള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ ഒരാൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴികാട്ടിയായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ധൈര്യത്തോടെ എല്ലാവരും ഇറങ്ങിക്കോ, ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. നിങ്ങളോടൊപ്പം ഞാനുണ്ട്, ഷീമിത്ര ഉണ്ട്, ഇനി ആരും മാറി നിൽക്കണ്ട. അതുപോലെ സജിത നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ മുന്നോട്ട് നയിക്കാനും സജിത മാമുണ്ട്, സഫ്ന മാമുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഈ എല്ലാ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം. തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സജിത മാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു ഓൾ.